നമുക്ക് എല്ലാത്തിനും ഒന്നും ഹദീസ് വേണ്ട. ഹദീസുണ്ടോ ഇയാളെന്തായി പറയണത്, ഹദീസ് എവിടെയെങ്കിലും ചോദിക്കും. നമുക്ക് എല്ലാത്തിനും ഹദീസ് വേണ്ട. ഹദീസ് കൊണ്ട് നമുക്ക് ചെയ്യാനും കഴിയില്ല. നമുക്ക് ഇമാമിങ്ങളെ സഹായമില്ലാതെ നമുക്ക് ഹദീസ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും വരട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ആഴ്ച പറയാം. ഈ വിട്ടെന്നാൽ മതി കോയാമോ ജഹീർ ഷാ. എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ഹദീസിൻ്റെ ആവശ്യമില്ല. ഹദീസ് ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റസൂൽ രണ്ടും ചെയ്തിട്ടുണ്ടാവും. റസൂൽ ചെയ്ത ചിലതൊക്കെ അതങ്ങനെ ജവാസ് ഉണ്ട് എന്ന് വ്യക്തമാക്കാനായിരിക്കും. അത് ജായിസാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ചിലത് തങ്ങൾ ചെയ്യും. സുന്നത്ത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നമുക്കറിയില്ല, ഇമാമിങ്ങൾക്ക് അറിയുള്ളൂ. ഹദീസുകൾ കണ്ട പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമാണെന്ന് തോന്നുന്ന കുറേ ഹദീസുകളുണ്ട്. ഇമാമിങ്ങൾ അങ്ങനെയല്ല. ആ ഹദീസുകളൊക്കെ തെവീൽ ചെയ്യും, ജമ്മ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ കഴിവ്. ഹദീസിൻ്റെ വിഷയത്തിൽ ഏറ്റവും വലിയ കഴിവ് അതാണ്. വൈരുദ്ധ്യമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുന്ന ഹദീസുകളൊക്കെ ജമ്മ് ചെയ്യുക. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മമ്മൂട്ടി നമ്മളെപ്പോഴും പറഞ്ഞൊരു ഉദാഹരണം നമുക്ക് വേഗം മനസ്സിലാവും. റമദാൻ മാസത്തിൽ നോമ്പും നീയത്ത് വെക്കുമ്പോൾ രാത്രി വെക്കണ്ടേ? ഒരു ഹദീസാണ്. എന്താ ഹദീസ് അറിയോ? മല്ലൻ യുബയ്യത്തി സുയാമ ഫല സുയാമല്ല. ഒരാൾ രാത്രി നീയത്ത് വെച്ചില്ലെങ്കിൽ നോമ്പില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നാൽ സുന്നത്ത് നോമ്പ് വെക്കുമ്പോൾ നമ്മൾ പറയും എപ്പോൾ വെച്ചാൽ മതി, ഉച്ചൻ്റെ മുമ്പ്. എന്താ കാരണം? ഇപ്പോൾ ഹദീസോടല്ലേ? അറിയില്ല, മുസ്തഫ അറിയോ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണാൻ സാധിക്കും. ലുഹ സമയത്തൊക്കെ, നാസ്തൻ്റെ സമയത്തൊക്കെ വന്നിട്ട് 9 മണിക്കൊക്കെ വന്നിട്ട് ആയിഷാബിനോടൊക്കെ ചോദിക്കും, നാസ്തൻ്റെ ചോദിക്കും, ഇവിടെ നിന്ന് ഒന്നുമില്ല അറിയും. എന്നാൽ ഞാൻ നോമ്പ് വിൽക്കുകയാണ്. അപ്പോൾ നീത്ത് 10 മണിക്ക് നീത്തൊക്കെ. അപ്പോൾ ഈ 2 ഹദീസും എങ്ങനെ ഒപ്പിച്ച? ഷാഫി ഇമാം പറഞ്ഞു, ആദ്യം പറഞ്ഞത് ഫറലായ നോമ്പിനെ പറ്റിയാണ്. കാരണം റമദാൻ മാസത്തിൽ ഫറലുള്ളെന്ന് വന്നാണ്ട് 10 മണിക്ക് നാസ്ത ചോദിക്കുമോ? തിന്നാൻ പാടില്ല. അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. കുഞ്ഞാജി പറഞ്ഞ് 10 മണിക്ക് അത് പറയണമെങ്കിൽ സുബൈസ് കേച്ചപാടുള്ള കട്ടൻ ചായ ഉണ്ടല്ലോ, അത് കുടിച്ചരുത്. സുബൈസ് കേച്ചപാട് ഒരു കട്ടൻ ചായയും പിന്നെ ഒരു കാലി കുടിച്ചല്ലോ. ആ കാലിൻ്റെ ചിലവിൽ നെയ്യൊക്കെ തേച്ച ചപ്പാത്തിയൊക്കെ ചിലവിലൊക്കെ തിന്നല്. അതിവിടെ സുബൈക്ക് കുടിച്ചാണ്ട് പിന്നെ 10 മണിക്ക് നാശനം വെച്ചപ്പോൾ എല്ലാവരും അത് പറ്റില്ല. അതപ്പോൾ കുഞ്ഞാജി തിരുത്തണത്. ഞാൻ പറയണത് നിങ്ങൾ നോക്കി, റമദാൻ മാസത്തിൽ വന്നാണ്ട് റസൂൽ അങ്ങനെ ചോദിക്കുമോ ചായ ഉണ്ടോയെന്ന്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയോളൂ, അത് റമദാനൊന്നും അല്ലാത്ത സുന്നത്തായ ദിവസങ്ങളിലാണ്. നാസ്തല്ല, ഒന്നുമില്ലല്ലേ, എന്നാൽ ഞാൻ നോമ്പാണ്. എന്താ ഇമാം ഷാഫി തങ്ങളെ ജമ്മ് ഗംഭീരല്ലേ? ഏറ്റവും നല്ല മദ്ഹബാണ് നമ്മുടെ മദ്ഹബ്. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു ഫറദനും സുന്നത്തിനൊക്കെ എപ്പോൾ വെച്ചാൽ മതി. ഈ ഹദീസുണ്ട്. ഈ ചായ ഉണ്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും കൊണ്ട് നബി തങ്ങൾ അപ്പം നീയത്തിച്ചില്ലേ, അതുകൊണ്ട് ഏത് നോമ്പിനും 10 മണിക്ക് വെച്ചാൽ മതി എന്ന് ആര് പറയുന്നത്? അബൂ ഹനീഫ തങ്ങൾ പറയുന്നത്. നല്ല മദ്ഹബാണ്, അല്ലാതെ ഞാൻ പറയണില്ല. ഷാഫി ഇമാം പറയുന്നത് ഇത് സുന്നത്തിലാണ്. മറ്റ് ഇവിടെയാണ് ഹദീസിലേക്ക് പോകുമ്പോൾ ആരും വേണം? ഇമാമിങ്ങൾ മാത്രമൊന്നുമല്ല, വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ ഹദീസ് ഇട്ടിട്ട് കാര്യമില്ല നമുക്ക് എന്നുള്ളത്. പിന്നെ എല്ലാത്തിനും ഹദീസ് വേണ്ട.